ആദ്യം അഡ്വക്കേറ്റ് ഷിബു മീരൻ എന്ന മറുപടി പറഞ്ഞ ശേഷം അരുൺകുമാറിന്റെ മറുപടി പറഞ്ഞ ശേഷം ഞാൻ ശങ്കുട്ടിദാസിലേക്ക്. സ്മൃതി വളരെ പെട്ടെന്ന് പറയാം. ഇപ്പോ ഈ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞത് ഈ ഗവർണർക്കെതിരായി ഞങ്ങൾക്ക് നിലപാടില്ല എന്നാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഗവർണർമാരുമായുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഗൗരവത്തിൽ ആരംഭിക്കുന്നത് പൗരത്വ നിയമം പാസായ സമയത്ത് കേരളത്തിന്റെ പൊതുവായ നിലപാട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ അത് വായിക്കില്ല എന്ന നിലപാട് ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചു. അന്ന് ഞങ്ങൾ പറഞ്ഞത് കേരളത്തിന്റെ നിയമസഭ ഒരു വട്ടം കൂടി ഒറ്റക്കെട്ടായി നിൽക്ക്, ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഒരു പ്രമേയം പാസാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവരതിന്റെ കൂടെ നിന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചു. ഇവര് ഒപ്പനയും പാടി ഗവർണർ AK ബാലനും പിണറായി വിജയനും ഒക്കെ കൂടി കേരള നിയമസഭയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച കേരളം മറന്നിട്ടില്ല. SFIക്കാർ പോവുമല്ലോ, നിങ്ങൾ പോവാൻ പറഞ്ഞാൽ സമരം ചെയ്യും, തല്ലുകൊള്ളും, തല്ലാൻ പറഞ്ഞാൽ പറയും. അവരെ ചാവേറുകളെ പോലെ നിങ്ങളുടെ പാർട്ടി ആജ്ഞ അനുസരിച്ച് സമരം ചെയ്യണ കുട്ടികൾ. ആ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വാതുറന്നോ? ഇപ്പോ ഈ ഗവർണർ ഡൽഹിയിലേക്ക് വന്നു, വായ്പാ പരിധി ഉയർത്തി കിട്ടണം, മറ്റു കാര്യങ്ങളിലൊക്കെ പിന്തുണയാണ്. അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് CPIയുടെ മന്ത്രിമാർ എന്തായാലും ഈ ചിത്രം കണ്ടപ്പോൾ അവിടുന്ന് ഇറങ്ങിപ്പോരാനുള്ള തന്റെ ഇടം കാണിച്ചു. നമ്മുടെ മുഖ്യമന്ത്രി ആർലേക്കറുടെ വസതിയിലേക്ക് കുടുംബസമേതം പ്രഭാത ഭക്ഷണത്തിന് അങ്ങോട്ട് പോകും, അവിടുന്ന് ആൾ ഇങ്ങോട്ട് വരും. എന്നിട്ട് രാജ്ഭവനിലെ ഉദ്യാനം നല്ല ഉദ്യാനമാണല്ലോ, ഞാനിനി എല്ലാ ദിവസവും പ്രഭാത സവാരിക്ക് ഇവിടെ വരട്ടെ എന്ന് മുഖ്യമന്ത്രി ചോദിക്കും. അപ്പൊ ഞങ്ങളൊക്കെ നല്ല അതിർപ്പത്തിലാണ് എന്ന് പറയും. അങ്ങനെ നല്ല അതിർപ്പത്തിൽ നല്ല സ്നേഹത്തിൽ ആർലേക്കറുമായി ഇവർ പോകുന്നുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാന്റെ സ്റ്റാഫിലേക്ക് ഒരു RSSകാരനെ വെച്ചു കൊടുത്തത് ആരാ? നയപ്രഖ്യാപന പ്രസംഗം വായിക്കില്ല, ഒപ്പിടാതെ അംഗീകരിക്കാതിരുന്ന ഒരു രാത്രി നമുക്ക് ഓർമ്മയുണ്ട്. ബജറ്റ് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തൊട്ടു തലേ ദിവസം വിദേശയാത്ര കഴിഞ്ഞു വന്ന കേരള മുഖ്യമന്ത്രി നേരെ ഗവർണറെ പോയി കണ്ടു, ഗവർണറുമായി സന്ധി ഒപ്പിട്ടു. അപ്പോ ഒരു സ്റ്റാഫിനെ മാറ്റിക്കളയണം, ഇദ്ദേഹത്തിന് കത്ത് കൊടുത്ത പൊതുഭരണ വകുപ്പിന്റെ ഏതൊരു പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മാറ്റണം എന്നൊരു ഡിമാൻഡ് ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് വെച്ചു. അതും അംഗീകരിച്ചു പോയി. ഒരു കാര്യം, ഇപ്പോ ഈ പണ്ട് വലിയ വീരവാദമൊക്കെ പറഞ്ഞിട്ട് ബ്രണ്ണൻ തള്ളൊക്കെ തള്ളിയിട്ടുണ്ട്. ഇപ്പോ ഗവർണറുമായോ കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും സംവിധാനങ്ങളുമായോ ഏറ്റുമുട്ടാനുള്ള താക്കത്ത് ഞങ്ങൾ പറയും, കരുത്ത് പിണറായി വിജയൻ ഇല്ല കേട്ടോ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി CBI അന്വേഷണം ആവശ്യപ്പെടുകയാണ്. ഇത്രയേ കാണൂ പ്രതിഷേധം എന്നുള്ളതാണോ നിങ്ങൾക്ക് കിട്ടുന്ന ആത്മവിശ്വാസം? ശങ്കുട്ടിദാസ്, നോക്കൂ, രണ്ട് കാര്യങ്ങൾക്കാണ് മറുപടി പറയണമെന്ന് വിചാരിച്ചത്. ഒന്ന്, ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002 തന്നെയാണ് നിലവിൽ വന്നത്. അതിനുശേഷം മാത്രമാണ് സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ത്രിവർണ്ണ പതാക ഉയർത്താൻ വിത്ത് റെസ്പെക്ട് ഉയർത്താനുള്ള അനുവാദം വന്നത്. അതുവരെ സർക്കാർ ഔദ്യോഗിക ഒഫീഷ്യൽ സംവിധാനങ്ങൾക്ക് പതാക ഉയർത്താനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1950 എങ്ങനെയാണ് പിന്നെ നമ്മൾ ദേശീയ പതാക ഉയർത്തിയതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് കാരണം 1950 തന്നെ വിലക്കുന്ന നിയമം ഉണ്ടായിരുന്നില്ല. സർ, നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കും ഇല്ലേ? ശങ്കുട്ടിദാസ്, സ്കൂളുകളിൽ 2002 ശേഷമാണോ പതാക ഉയർത്തി? എനിക്കൊരു മിനിറ്റ് തരൂ. ശരി, പറയൂ. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് നാഷണൽ ഓണർ ആക്ട് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് നാഷണൽ ഓണർ ആക്ട് എന്ന് പറയുന്ന നിയമം നിലവിൽ വന്ന 1971 അതിനുശേഷമാണ് ഇൻഡീസെന്റ് ഡിസ്പ്ലേ ഓഫ് നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു ഒഫൻസായി മാറിയത്. അത് അതിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് 2002 ഫ്ലാഗ് കോഡ് വന്നപ്പോഴാണ്. അതൊന്ന്. രണ്ടാമത്തെ വിഷയം, ഭരണഘടനയിൽ പരാമർശിക്കാത്ത സംഗതികളെല്ലാം ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള വാദം അടിസ്ഥാനരഹിതമാണ്. ഭരണഘടനയിലാകെ ഇപ്പോൾ നിലവിൽ 470ഓളം ആർട്ടിക്കിളുകളായിട്ട് 25 പാർട്ടികളായിട്ട് മൊത്തം ഭരണഘടനയിൽ 1,45,000 വാക്കുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലെത്രയോ വാക്കുകൾ ഭരണഘടനയിൽ പെട്ടിട്ടില്ല. അതൊക്കെ ഭരണഘടനാ വിരുദ്ധമല്ല. രാജ്ഭവൻ എന്ന പ്രയോഗം ഭരണഘടനയിലില്ല, അതുകൊണ്ട് രാജ്ഭവൻ ഭരണഘടനാ വിരുദ്ധമല്ല. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ ഡേ, പരിസ്ഥിതി ദിനം എന്ന പ്രയോഗം ഭരണഘടനയിൽ എവിടെയും പ്രയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് പരിസ്ഥിതി ദിനം നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമല്ല. നമ്മുടെ കേരളത്തിന്റെ സ്റ്റേറ്റ് സിംബൽ അശോക ചക്രത്തിനും ചുറ്റും 2 ആന നിൽക്കുന്ന ചിത്രം ഉണ്ടല്ലോ, അത് ഭരണഘടനയിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ആ ചിത്രം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല പറയാൻ പറ്റുമോ? കേരള സർക്കാർ നാളെ നടത്തുന്ന ചടങ്ങുകളിൽ ഭരണഘടനയിൽ എവിടെയും പരാമർശിക്കില്ലാത്ത ഈ സ്റ്റേറ്റ് സിംബൽ എന്ന ചോദ്യത്തിൽ ഇവിടുത്തെ പ്രതിഷേധമുയരും. ഏത് ഭാരതാംബ എന്ന ചോദ്യത്തിൽ ഇവിടുത്തെ CPM-ന്റെ പ്രതിഷേധമുയരും. CPI ആകട്ടെ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നു. ആ കത്ത് അവിടെ അങ്ങനെ കിടക്കുകയും ചെയ്യും. നമുക്ക് നോക്കാം, RSS ചിഹ്നങ്ങളെ ഇങ്ങനെ രാജ്യത്തിൻ്റെ സ്ഥിരം ചിഹ്നമാക്കാനുള്ള, അതിനെ ഒരു സ്ഥിരം ചിഹ്നമാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു സ്വാഭാവികതയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്ന് നോക്കാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.